പഴുത്ത ചക്ക കൊണ്ട് നമുക്ക് നല്ലൊരു കുമ്പിളപ്പം തയ്യാറാക്കി എടുക്കാം കേട്ടോ. നമ്മൾ സാധാരണ കുമ്പിളപ്പം തയ്യാറാക്കുന്നത് വയണയില കുമ്പിൾ കുത്തിയിട്ടാണ് കേട്ടോ. അപ്പം പക്ഷേ നമുക്ക് എല്ലാ സ്ഥലത്തൊന്നും വയണയില ചിലപ്പോൾ കിട്ടാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് കുമ്പിളപ്പം കഴിക്കാനൊക്കെ ആഗ്രഹം തോന്നും. നമുക്ക് ഇതുപോലെ വാഴയില തന്നെ കുമ്പിൾ കുത്തിയിട്ട് കുമ്പിളപ്പം തയ്യാറാക്കി എടുക്കാം കേട്ടോ. ടേസ്റ്റിന് വ്യത്യാസമൊന്നും വരത്തില്ല. അപ്പം നമുക്കിതെങ്ങനെ തയ്യാറാക്കാൻ നോക്കിയാലോ. പിന്നെ ഞാൻ ഇവിടെ ഒരു 10-15 ചക്കച്ചോള പഴുത്തിട്ട് നല്ലപോലെ പഴുത്താണ് അതെടുത്തിട്ടുണ്ട്. കുരുവൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണമെങ്കിൽ മിക്സിയിലൊന്ന് ചതച്ചെടുക്കാം. പക്ഷെ ഞാൻ കൈ കൊണ്ട് ഒന്ന് ഞെരടിയെടുക്കും കേട്ടോ. നല്ലപോലെ പഴുത്ത് തന്നെ നമുക്കിപ്പോൾ അരയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി അതിലേക്കൊരു 2 കപ്പ് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എനിക്ക് ഗോതമ്പ് പൊടി ഉണ്ടാക്കുന്ന കുറച്ചുകൂടെ ടേസ്റ്റ് തോന്നിയത്. അരിപ്പൊടിയും ചേർത്ത് കൊടുക്കാം. ഇനി ഒരു ചെറിയ തേങ്ങയുടെ ഒരു അരമുറി തേങ്ങ ചിരകിയതും കൂടെ അതിലേക്ക് ഇട്ട് കൊടുത്തു. ഇനി 1 ടീസ്പൂണോളം ഏലക്ക പൊടിച്ചത്, പിന്നെ 1 ടീസ്പൂണോളം ചുക്കുപൊടി കേട്ടോ. ചുക്കുപൊടി എന്തായാലും നമ്മൾ ചേർത്ത് കൊടുക്കണം. അതുപോലെ തന്നെ 1/4 ടീസ്പൂൺ ജീരകവും, പിന്നെ നമ്മൾ ശർക്കര ഉരുണ്ട ശർക്കര ഒന്ന് ചൂടാക്കിയിട്ട് നമ്മൾ അരിച്ചെടുത്തിട്ടുണ്ട്. അതും കൂടെ ചേർത്ത് ഒഴിച്ചു കൊടുത്തു. പിന്നെ ഒരു പിഞ്ച് ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം കേട്ടോ. പിന്നെ ചുക്കുപൊടി ചേർക്കുന്നത് ചക്കയൊക്കെ ആകുമ്പം ചിലർക്കൊക്കെ ദഹന പ്രശ്നമൊക്കെ ഉണ്ടാകും കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ ചക്കയുടെ ഏത് ഐറ്റം ഉണ്ടാക്കുമ്പോഴും നമ്മൾ ചുക്കുപൊടി എന്തായാലും ചേർക്കണം കേട്ടോ. നന്നായിട്ടൊന്ന് കുഴച്ച് നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി ഇതുപോലെ കുമ്പിൾ കുത്തിട്ടോ വാഴയിൽ ഇതുപോലെ ഒന്ന് കീറിയെടുത്തിട്ട് ഇതുപോലെ ഒന്ന് കോൺ പോലെ ആക്കിയിട്ട് നമുക്ക് ഇതുപോലെ ഒരു ചെറിയ രീതിയിൽ വെച്ചിട്ട് ഒരു കുമ്പിളാക്കി എടുക്കാം. ഇനി അതിലേക്ക് മാവൊക്കെ ഒന്ന് നിറച്ച് കൊടുക്കണം. ഈ ഇഡ്ഡലിത്തട്ടിലേക്ക് ഞാൻ വെള്ളം ഒഴിച്ചൊന്ന് ആവി വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഈ മാവൊക്കെ നിറച്ച് നമുക്കതിലേക്കൊന്ന് നിരത്തി വെച്ച് കൊടുക്കാം. ഇനി അടച്ച് വെച്ച് വേവിക്കണം കേട്ടോ. ഒരു 10 മിനിറ്റോളം നല്ല തീയിലും 5 മിനിറ്റോളം നമുക്ക് അല്ലെങ്കിൽ നമുക്ക് നല്ലപോലെ ഒന്ന് ആവി വന്നു കഴിയുമ്പോൾ നമുക്ക് തിരി കുറച്ച് കൊടുക്കണം. ഒരു 10 മിനിറ്റോളം ചെറിയ ഫ്ലെയിമിലിരുന്ന് ഒന്ന് വെന്ത് കിട്ടും. അപ്പോൾ ഇവിടെ 15 മിനിറ്റോളം കഴിഞ്ഞിട്ടുണ്ട്. കുമ്പിളപ്പമൊക്കെ നല്ല തയ്യാറായി വന്നിട്ടുണ്ട് കേട്ടോ. നല്ല മണമുണ്ട്. വാഴയിലയുടെയും ചക്കപ്പഴത്തിൻ്റെയും ശർക്കരയുടെയൊക്കെ നല്ലൊരു മണം, നല്ല ടേസ്റ്റുള്ളൊരു കുമ്പിളപ്പം കേട്ടോ. അപ്പോൾ വീഡിയോ ഒക്കെ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറന്നേക്കല്ല കേട്ടോ. പിന്നെ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ബൈ ബൈ.